ഇത് മനസ്സിലാക്കണം. ചില കമ്പനികൾ ബേസിക് സാലറി മാത്രമാണ് കൊടുക്കുക. ഒന്ന് മനസ്സിലാക്കുക, ബേസിക് സാലറി എന്താണെന്നുള്ളത്. ബേസിക് സാലറിയെ കണക്കാക്കിയിട്ടാണ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുക. അതായത് 10, 15, 20 വർഷം ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ട് പിരിഞ്ഞു പോകുന്ന സമയത്ത് കൊടുക്കുന്നതാണല്ലോ ഗ്രാറ്റുവിറ്റി. ഈ ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് ബേസിക് സാലറിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരുവിധം കമ്പനികളൊക്കെ ചെയ്യുന്ന പരിപാടി ബേസിക് സാലറി ഏറ്റവും കുറച്ചിടും, എന്നിട്ട് ഹൗസിംഗ് അലവൻസ്, മറ്റേ അലവൻസ്, മറിച്ച അലവൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ അലവൻസുകൾ ഇങ്ങനെ കൂട്ടിയും ഇടും. അപ്പോൾ ബേസിക് സാലറി ഓൾറെഡി കുറവാണ്. എന്നിട്ട് ലീവ് സാലറി കൊടുക്കുന്ന സമയത്ത് ഈ ബേസിക് സാലറി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കാര്യം കഷ്ടമാണ്. ഒന്ന് മനസ്സിലാക്കുക, ബേസിക് സാലറി പ്ലസ് ഹൗസിംഗ് അലവൻസ് ഇതായിരിക്കണം അവന്റെ ലീവ് സാലറി. കാരണം ഒരു വർഷത്തിൽ 1 മാസത്തെ ലീവിനാണ് പോകുന്നതെങ്കിൽ ആ 1 മാസം നമ്മളെ നാട്ടിലേക്ക് പോകാൻ ഗൾഫിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ആ റൂം നമുക്ക് വെക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. തിരിച്ചു വന്നാലും നമുക്ക് അവിടെ തന്നെ താമസിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ 1 മാസത്തെ വാടക നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ, നമ്മൾ താമസിച്ചാലും ഇല്ലെങ്കിലും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബേസിക് സാലറി മാത്രം തന്നു കഴിഞ്ഞാൽ ഹൗസിംഗ് അലവൻസ് ഇല്ലാതെ വന്നാൽ നമ്മൾ എങ്ങനെ റെന്റ് കൊടുക്കും? അപ്പൊ അത് നമ്മളുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന പൈസയാവില്ലേ? അതുകൊണ്ട് ബേസിക് സാലറി പ്ലസ് ഹൗസിംഗ് അലവൻസ് കൂടി ചേർന്നതാണ് ലീവ് സാലറി എന്നുള്ളത് ഇനിയെങ്കിലും അറിയാത്തവര് മനസ്സിലാക്കുക. അടുത്ത പോയിന്റ്, നാട്ടിലേക്ക് പോകുമ്പോൾ വിമാന ടിക്കറ്റ് കമ്പനി തരുമോ എന്ന് ആദ്യമേ ഉറപ്പുണ്ടാക്കണം. ചില കമ്പനികൾ വിമാന ടിക്കറ്റ് കൊടുക്കാറില്ല. വേറെ ചില കമ്പനികൾ 1 വേ ടിക്കറ്റ് മാത്രമേ കൊടുക്കൂ. ഇതൊക്കെ ആദ്യം തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ കമ്പനിയുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യമേ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കണം. സാലറി എത്രയാണ്, ഓവർ ടൈം ഉണ്ടോ, പിന്നെ എയർ ടിക്കറ്റ് എങ്ങനെയാണ്, നമുക്ക് ഇയർലി ടിക്കറ്റ് ആണോ, 2 വർഷം കൂടുമ്പോൾ ടിക്കറ്റ്, അത് അപ്പ് ആൻഡ് ഡൗൺ ഇല്ലേ, ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണം. മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ലീവിന് പോണ സമയത്ത് കമ്പനി പറയും നിങ്ങൾ നോക്കോ ടിക്കറ്റൊക്കെ അപ്പനെ കയ്യിലെടുത്തോ. അതൊക്കെ ആ സമയത്ത് തല്ലുവിട്ട് കാര്യമൊന്നുമില്ല. നേരത്തെ കൂട്ടി ക്ലിയർ ആക്കുന്നതാണ് എപ്പോഴും നല്ലത്. നെക്സ്റ്റ് പോയിന്റ്, ജോലിയിൽ പ്രവേശിച്ചാൽ ആദ്യത്തെ 3 മാസമോ 6 മാസമോ പ്രൊബേഷണറി പീരീഡ് ആണ്. ആ സമയത്ത് കമ്പനിയുടെ നയം ശരിയല്ല എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ജോലി വേണ്ടെന്ന് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരുവിധ ശിക്ഷാ നടപടിയും കമ്പനിക്ക് തൊഴിലാളിയുടെ മേൽ എടുക്കാൻ കഴിയില്ല. ഈ പ്രൊബേഷണറി പീരീഡ് എന്ന് പറയുന്നത് കമ്പനിക്ക് തൊഴിലാളിയെ കുറിച്ച് പഠിക്കാനും തൊഴിലാളിക്ക് കമ്പനിയെ കുറിച്ച് പഠിക്കാനും ഉള്ള ഒരു അവസരമാണ്. അത് 3 മാസം ആവാം, മാക്സിമം 6 മാസം വരെ ആവാം. ഈ ഒരു പീരീഡില് ആ തൊഴിലാളി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ, അതായത് കമ്പനി തൊഴിലാളിയെ വെച്ചു, ആദ്യത്തെ 3 മാസം അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ കമ്പനിക്ക് മനസ്സിലായി ഈ തൊഴിലാളി ഒന്നിനും കൊള്ളില്ല, വിചാരിച്ച പോലെ ഒരു ഗുണമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കമ്പനിക്ക് വേണമെങ്കിൽ ഈ തൊഴിലാളിയെ പിരിച്ചുവിടാം. ഒരു നോട്ടീസും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നിയമമുണ്ട്. ഇതുപോലെ തന്നെ തിരിച്ചും നമ്മൾ തൊഴിലാളിക്ക് ആ കമ്പനിയെ കുറിച്ച് ബോധ്യം വന്നില്ലെങ്കിൽ, ആ കമ്പനി വിചാരിച്ച പോലെ നല്ല കമ്പനി ഒന്നുമല്ല, തട്ടിക്കൂട്ടാണ്, ഫ്രോഡാണ് എന്ന് മനസ്സിലായാൽ നമുക്ക് വേണമെങ്കിൽ പിരിഞ്ഞു പോകാം. ഈ പ്രൊബേഷണറി പീരീഡിനുള്ളില് ഒരുവിധ നിയമ നടപടിയും നമ്മൾക്കെതിരെ ഉണ്ടാവില്ല. ഇത് അറിഞ്ഞിരിക്കണം. ഇത് പലർക്കും അറിയില്ല. പ്രൊബേഷണറി പീരീഡ് എന്താണെന്ന് പോലും പലർക്കും അറിയില്ല. അതിന്റെ പ്രാധാന്യം ഇതാണ്. അടുത്ത പോയിന്റ്, കമ്പനിയിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ യഥാവിധം കിട്ടുന്നില്ലെങ്കിൽ നേരിട്ട് ദുബായ് ലേബർ കോടതിയിൽ പോയി പരാതി നൽകാവുന്നതാണ്. അതിന് ഒട്ടും പേടിക്കുകയോ മടി കാണിക്കുകയോ അരുത്. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, മറക്കണ്ട. അതായത് നമ്മുടെ നാട്ടിലുണ്ട് കോടതി, പോലീസ്, പട്ടാളം ഒക്കെ. പക്ഷെ നമ്മുടെ നാട്ടിലെ കോടതിയല്ല ദുബായിലെ ലേബർ കോടതി.
ദുബായിൽ ലേബർ കോടതി എന്ന് പറഞ്ഞാൽ ശരിക്കും തൊഴിലാളികൾക്ക് വേണ്ടി തന്നെയാണ്. നമുക്ക് എന്ത് പ്രശ്നമുണ്ടോ നേരിട്ട് നമുക്ക് ലേബർ കോടതിയിൽ പോയിട്ട് പരാതി പറയാം. നമുക്ക് ശമ്പളം കിട്ടുന്നില്ലേ, നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ തരുന്നില്ലേ, മറ്റെന്തെങ്കിലും തൊഴിൽപരമായ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ധൈര്യപൂർവം ലേബർ കോടതിയിൽ പോയിട്ട് ആ ഓഫീസിൽ പോയി നമ്മുടെ കാര്യങ്ങൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി. കാരണം നമ്മുടെ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉള്ള ജീവനക്കാർ അവിടെ ഉണ്ട്. ഭാഷയും ഒരു പ്രശ്നമല്ല. പിന്നെ പലർക്കും ഒരു പേടിയുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ പിടിച്ചകത്തിടുമോ. അത് നമ്മുടെ നാടല്ല എന്ന് ആദ്യമേ പറഞ്ഞത് അതാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോൾ നമ്മൾ മുട്ട് പറിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതല്ല ഇവിടെ. ഇവിടുത്തെ പോലീസുകാരൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ്. അത് മനസ്സിലാക്കുക. നമുക്ക് ധൈര്യമായിട്ട് വളരെ കൂളായിട്ട് നമുക്ക് ഇവിടെയുള്ള പോലീസുകാരോടായാലും ഇവിടെയുള്ള ആരോടായാലും നമുക്ക് സംസാരിക്കാനും പെരുമാറാനും സാധിക്കും. ആ ഒരു അഡ്വാൻറ്റേജ് മറക്കരുത്. അടുത്ത പോയിന്റ്, ഏത് കമ്പനിയിൽ പ്രവേശിച്ചാലും അവിടെ മലയാളി സുഹൃത്തുക്കൾ ഉണ്ടാകാം, അവരോട് സൗഹൃദമാകാം. അതേസമയം അവരുടെ പാരവെപ്പ് സൂക്ഷിച്ചില്ലെങ്കിൽ കാര്യം പോക്കാണ്. അതായത് ഈ പറയുന്ന ഞാനും മലയാളിയാണ്, കേൾക്കുന്ന നിങ്ങളും മലയാളിയാണ്. മലയാളി ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ 100% മലയാളികളെ പറയല്ല, അതിൽ ഏറിയ പങ്ക്, നല്ലൊരു ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം. പാരവെപ്പിന് ഒട്ടും മോശമല്ല നമ്മുടെ മലയാളികൾ. അതുകൊണ്ട് കണ്ടും കേട്ടും നിൽക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് മലയാളികൾ മോശമാണെന്നല്ല പറഞ്ഞത്. നമ്മളുടെ സ്വന്തം നിലനിൽപ്പ് നോക്കുക. സൗഹൃദമൊക്കെ ആവാം, സ്നേഹവും സന്തോഷവും ഒക്കെ നല്ലതാണ്. ഒരു കയ്യകലം മുറ്റിട്ട് സ്നേഹിച്ചാൽ നമുക്ക് നാളെയും ആ കമ്പനിയിൽ തുടരാം എന്നാണ് ഒരുപാട് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അടുത്ത പോയിന്റ്, ശമ്പളം തരുന്ന മുതലാളിയെ അല്പം ബഹുമാനിക്കുന്നത് നന്നായിരിക്കും. മുതലാളി തരുന്ന ശമ്പളം വാങ്ങിക്കുകയും അതേ മുതലാളിക്ക് ഇട്ട് തന്നെ പണി കൊടുക്കുകയും ചെയ്യുന്ന ചില തൊഴിലാളികൾ ഉണ്ട്. അത് ചിലരുടെ ഹോബിയാണ്. നമുക്ക് ജോലി വേണം, ശമ്പളം വേണം, ആനുകൂല്യങ്ങൾ വേണം, എല്ലാ സൗകര്യങ്ങളും വേണം. എല്ലാതും നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും, അതേ മുതലാളിക്കിട്ട് പണിയും കൊടുക്കും. അത് അങ്ങനെ ശീലിച്ചു പോയി, എന്താ ചെയ്യുക അല്ലേ? ചില ആൾക്കാർ അങ്ങനെയാണ്. അതുകൊണ്ട് പാവം മുതലാളി, അവരും കഷ്ടപ്പെട്ടിട്ടില്ലേ അവര് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി പോവുക അന്തസ്സായിട്ട്, അതാണ് അതിന് ശരി. നമുക്ക് നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, എൻ്റെ തൊഴിലിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പറയാം, സാറേ എനിക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി വേണ്ട, ഞാൻ പോവാണ്. അത് ചെയ്യാതെ ഇവിടെ തന്നെ നിൽക്കും വേണം, എന്നിട്ട് മുതലാളിക്കിട്ട് പണിയും കൊടുക്കും വേണം. അത് ഭംഗിയായൊരു കാര്യമല്ലല്ലോ. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, പോസിറ്റീവായി എടുക്കുക, എന്നിട്ട് അറിയാത്ത ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക. ഇതൊക്കെ അറിഞ്ഞിട്ടും പറഞ്ഞിട്ടും ഒന്നറിയാത്ത പോലെ വീണ്ടും വരുന്ന ചതിക്കുഴിയിൽ പെടുന്ന ആൾക്കാരെ ഇനിയും കുറെ കാണാം. അതിനൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതൊക്കെ അവരുടെ യോഗം എന്നേ പറയാനുള്ളൂ. എന്തായാലും വളരെ സന്തോഷം. കുറച്ചു നേരം നിങ്ങളുടെ വിലയേറിയ സമയം ഞാൻ നിങ്ങളെടുത്തു. എനിക്ക് വിഷമമുണ്ട്, എങ്കിലും അത് നിങ്ങൾക്ക് ഗുണകരമായി തീരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. താങ്ക് യു വെരി മച്ച്. സ്നേഹപൂർവ്വം, പോൾസൺ പാവർട്ടി.